കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi all, welcome to IGNO Focus 6.0 IGNO Previous Year Question Paper Ultimate Analysis of BEGC 110. BA ഇംഗ്ലീഷിലെ ഒരു കോർ പേപ്പർ ആണ് അത്. BEGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ചുറി. ഈ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ലേണേഴ്സിനായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഗൈഡ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ 7 ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പേഴ്സും, അതായത് ജൂൺ 2022 മുതൽ ഡിസംബർ 2025 മുതലുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ നമ്മുടെ ഒഫീഷ്യൽ SLM, ഇതെല്ലാം റെഫർ ചെയ്തതിന്റെ എല്ലാം ബേസിലാണ് ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു സിലബസ് മാപ്പിങ്ങും പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു ഏരിയാസും ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ഏതാണോ നമ്മളുടെ സ്റ്റഡി ലെവല് അതനുസരിച്ചിട്ടുള്ള ഒരു പാത്ത് വേ ചൂസ് ചെയ്യാനും എല്ലാം തന്നെ ഈ ഒരു ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്ക് എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 2 ഫുൾ സെറ്റ് ഓഫ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിലുണ്ട്. ആൻഡ് അതിന്റെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലേണേഴ്സ് ആയിക്കോട്ടെ, എല്ലാ എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യുന്ന ലേണേഴ്സ് ആണെങ്കിലും ഈ ഗൈഡ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്. നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഒരുമിച്ച് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു ഡെക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാത്ത് തിരഞ്ഞെടുക്കുക. നമ്മളിവിടെ 3 പാത്ത് കൊടുത്തിട്ടുണ്ട്. പാത്ത് 1, ദ 48 hour റെസ്ക്യൂ പ്ലാൻ. അതായത് നമ്മളുടെ അടുത്ത് കുറച്ച് സമയം മാത്രമേ എക്സാമിനായിട്ട് ബാക്കിയുള്ളൂ. പ്രിപ്പറേഷനും എക്സാമിനും ഒക്കെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള ലേണേഴ്സിന് വേണ്ട പ്ലാൻ ആണിത്. അതായത് മിനിമം ടൈമിൽ മാക്സിമം മാർക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ലേണേഴ്സ് നേരെ പോവേണ്ടത് സെക്ഷൻ 4ലേക്കാണ്. അവിടെ ഹൈ ഹീൽഡ് സിലബസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹൈ ഹീൽഡ്, മീഡിയം ഹീൽഡ് ആൻഡ് ലോ ഹീൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഹൈ ഹീൽഡ് ടോപ്പിക്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഹൈ ഹീൽഡ് ടോപ്പിക്സ് ഒരു 3 stars വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഹൈ ഹീൽഡ് ടോപ്പിക്സ് മാത്രം ചൂസ് ചെയ്തിട്ട് അതൊക്കെ പഠിക്കുക. ലൈക്ക് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഡിക്കൻസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 3 അനാലിസിസ് ഹെൻസാർഡ്സ് ട്രാജഡി, ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 1 to 4 ആൾ വിക്ടോറിയൻ പോയട്രി. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷൻ ആണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട് 2, ദ 2 week സ്ട്രാറ്റജിക് പ്ലാൻ. നമുക്ക് കുറച്ചൊക്കെ സമയം ഉണ്ട്, നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾക്ക് വേണ്ട അങ്ങനെയുള്ള ലേണേഴ്സിന് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓരോ ബ്ലോക്കിലെയും ഈ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലെ ആൻസേഴ്സും ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ ഹൈ ഹീൽഡ് ആൻഡ് മീഡിയം ഹീൽഡ് ടോപ്പിക്സ് നോക്കി പോവുക. ദെൻ പാർട്ട് 3 എന്നത് ഫുൾ മാസ്റ്ററി പ്ലാൻ. അതായത് നമ്മൾ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് എയിം ചെയ്യുന്ന ലേണേഴ്സ്, അല്ലെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യണം, ഫുൾ കവറേജ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ലേണേഴ്സിനുള്ളതാണ് പാർട്ട് 3. അപ്പൊ അവർ ആദ്യം തുടക്കം മുതൽ തന്നെ നമ്മുടെ 4 blocks 16 യൂണിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ഓരോ യൂണിറ്റും കറക്റ്റ് ആയിട്ട് ക്ലാസ് കണ്ട് SLM വായിച്ച് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ലേണേഴ്സിനുള്ളതാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കറന്റ് ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള
പാത്ത് ചൂസ് ചെയ്യാം. ദെൻ ഈ ഒരു BGC 110യുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഇത് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 5 to 7 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചിട്ടാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. സെക്ഷൻ എ എന്ന് പറയുന്നത് പാസേജസ് ആയിരിക്കും. അപ്പൊ ആ പാസേജ് ഏത് പോയത്തിലാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഓരോന്നിനും 20 മാർക്സ് ആണ്. ടോട്ടൽ 20 മാർക്സ് ആണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 20 മാർക്കാണ് ഈ ഒരു സെക്ഷന് വരുന്നത്. 4 പാസേജ് ആണ് അതിലുണ്ടാവുക. നമ്മൾ 5-6 ഓപ്ഷൻസ് ഉണ്ടാവും. 4 പാസേജ് ആണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ബാക്കി ഒരു 80 മാർക്ക് എന്ന് പറയുന്നത് ഷോർട്ട് ഓർ മീഡിയം ആൻസേഴ്സ് അല്ലെങ്കിൽ ലോങ് എസ്സേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു 80 മാർക്കിന്. അപ്പൊ അത് ചിലപ്പോ ഓപ്ഷൻ ബിയിൽ, സെക്ഷൻ ബിയിൽ 2 ക്വസ്റ്റ്യൻ, സെക്ഷൻ സിയിൽ 3 ക്വസ്റ്റ്യൻ, അങ്ങനെ വേർതിരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ 4 ലോങ് എസ്സേ ആയിട്ടായിരിക്കാം വരുന്നത്. അപ്പൊ അത് ചില സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാറ്റം വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. ഇതിൽ എല്ലാ ഏരിയാസിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. വിക്ടോറിയൻ പോയട്രി, അർണോൾഡ് റോസറ്റി, ഹോപ്കിൻസ്, അവരുടെ എല്ലാം തന്നെ 20%. വിക്ടോറിയൻ പോയട്രി, ടെനിസൺ, ബ്രൗണിംഗ്, ഇതെല്ലാം 20%. ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് നോവൽ 20%. ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് നോവൽ 20%. പാസേജ് എക്സ്പ്ലനേഷൻ, അതായത് നമ്മുടെ പോയട്രി എന്നുള്ള പാസേജ് എക്സ്പ്ലനേഷൻ സെക്ഷൻ എയിൽ അതും 20%. അപ്പൊ എല്ലാ ഏരിയാസിലും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ഇനി നമ്മുടെ സിലബസിന്, എക്സാമിന് ചോദിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഹൈ ഹീൽഡ്, മീഡിയം ഹീൽഡ് ആൻഡ് ലോ ഹീൽഡ് ആയിട്ടാണ് നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ ഹീൽഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ ഹീൽഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഹൈ ഹീൽഡ് യൂണിറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും എക്സാമിന് ജയിക്കണം അല്ലെങ്കിൽ നല്ല സ്കോർ വേണം എന്നുള്ള ലേണേഴ്സ് ഈ ഹൈ ഹീൽഡ് ടോപ്പിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും ഹൈ ഹീൽഡ് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മീഡിയം ഹീൽഡ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൈ ഹീൽഡിന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ മീഡിയം ഹീൽഡ് ഏരിയയും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഹൈ ഹീൽഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മീഡിയം ഹീൽഡ് ടോപ്പിക്സിനായിരിക്കണം. എന്നാൽ ലോ ഹീൽഡ് എന്ന് പറയുന്നത് വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഒരു കോംപ്രിഹെൻസീവ് കവറേജ് എല്ലാ സിലബസും കംപ്ലീറ്റ്ലി നമുക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോ ഹീൽഡ് ടോപ്പിക്സ് കൂടി നോക്കാം. പക്ഷെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് സമയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലാണ്. നമ്മുടെ സ്റ്റഡി ടൈമിന്റെ ഒരു 50% നമ്മുടെ ഹൈ ഹീൽഡ് ടോപ്പിക്സിനും ഒരു 30% മീഡിയം ഹീൽഡിനും ദെൻ ഒരു 20% ലോ ഹീൽഡ് ടോപ്പിക്സിനും വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് മാറ്റിവെക്കേണ്ടതാണ്. ഇനി നമ്മുടെ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഹൈ ഹീൽഡ് ആൻഡ് മീഡിയം ഹീൽഡ്, ലോ ഹീൽഡ് ടോപ്പിക്സ് എന്ന് നോക്കാം. ബ്ലോക്ക് 1 4 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ യൂണിറ്റ് 3 ഒഴികെ ബാക്കി 3 യൂണിറ്റ്സും ലോ ഹീൽഡ് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 3 ആണ് ഹൈ ഹീൽഡ് ടോപ്പിക്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ലോ ഹീൽഡ് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 4 ലോ ഹീൽഡ് ടോപ്പിക് ആണ്, മീഡിയം ഹീൽഡ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 3ലേക്ക് കടക്കുമ്പോൾ യൂണിറ്റ് 1, 2, 3 and 4 4 തന്നെ ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ്. അപ്പൊ ബ്ലോക്ക് 3 4 യൂണിറ്റ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ഒരു 7 ടൈംസ് ഒക്കെ ഈ ഒരു തേർഡ് ബ്ലോക്കിലെ 4 യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 2 മീഡിയം ഹീൽഡ് ആണ്. യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ ഹൈ ഹീൽഡ് ഏരിയാസ് മനസ്സിലാക്കി കൂടുതൽ അതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി നമ്മളിവിടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ എക്സ് ആക്സിസിൽ വരുന്നത് SLM യൂണിറ്റ്സ് ആണ്. വൈ ആക്സിസിൽ വരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാംസിന് ഫ്രീക്വന്റ് ആയിട്ട് എത്ര തവണ ചോദിച്ചു എന്നുള്ളതാണ് വൈ ആക്സിസിൽ കാണിക്കുന്നത്. അപ്പൊ അതില് ബ്ലോക്ക് 1 യൂണിറ്റ് 1 B1 U1 എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ ഹീൽഡ് ടോപ്പിക്സ്, യെല്ലോ എന്ന് പറയുന്നത് മീഡിയം ഹീൽഡ്, ഗ്രീൻ എന്ന് പറയുന്നത് ലോ ഹീൽഡ് ആണ്. അപ്പൊ ഇതിൽ റെഡ് കളർ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നോക്കുകയാണെങ്കിൽ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 നോക്കുകയാണെങ്കിൽ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഇതേപോലെ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഇനി
ടോപ്പ് 7 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. നമ്മളിവിടെ ഒരു 7 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെൻസാർട്സ് ട്രാജഡി റൈസ് ആൻഡ് ഫോൾ 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ദ ലേഡി ഓഫ് ഷാലോട്ട് ടെനിസൺ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഗോബ്ലിൻ മാർക്കറ്റ് റൊസറ്റി 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡോവർ ബീച്ച് അർണോൾഡ് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മൈ ലാസ്റ്റ് ഡച്ചസ് ബ്രൗണിങ്ങിന്റെ 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. യുലിസസ് ടെനിസന്റെ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. വിമൻ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ അതും 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 7 ടോപ്പിക്സ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഞാൻ നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് പോവാം. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്കസ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഹെൻസാർട്സ് ഇൻ ഹാർഡീസ് നോവൽ ദ മേയർ ഓഫ് കാസ്ട്രോബ്രിഡ്ജ്. ഇതിൽ എങ്ങനെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ലെവലിൽ നിന്ന് ഈ ഇദ്ദേഹം ഒരു മേയറായി, പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് ആളുടെ ഒരു ഡൗൺഫാൾ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ഹാർഡീസ് നോവൽ ദ മേയർ ഓഫ് കാസ്ട്രോബ്രിഡ്ജ് ആസ് എ ട്രാജഡി. എങ്ങനെയാണ് ഈ ഒരു നോവൽ ട്രാജഡി ആയിട്ട് ഇവിടെ കാണിക്കുന്നത് റൈറ്റർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫ്ലോസും അതേപോലെ ഡൗൺഫാൾസും ഒക്കെ വിവരിച്ചുകൊണ്ട് ആൻസർ ചെയ്യുക. ദ സീഡ്സ് ഓഫ് ഹെൻസാർട്സ് ഡൗൺഫാൾ ലൈ ഇൻ ഹിസ് ഓൺ ക്യാരക്ടർ. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ക്യാരക്ടർ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ട്സ് കാരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡൗൺഫാളിന് റീസൺ ആവുന്നത്. അപ്പൊ ആളുടെ ക്യാരക്ടർ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിനുള്ള ആൻസർ എഴുതേണ്ടതാണ്. Fate plays a very important role in the Mayor of Casterbridge. Do you agree? Write a note on fatalism in the novel. അതായത് നോവലില് വിധി എങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഡിസ്കസ് ദ റോൾ ഓഫ് വിമൻ ഡ്യൂറിംഗ് ഫ്രഞ്ച് റവല്യൂഷൻ ആസ് സീൻ ഇൻ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇതിൽ ക്യാരക്ടേഴ്സ് ലൂസി പോലുള്ള ക്യാരക്ടേഴ്സ് അതേപോലെ മാഡം ഡിഫാജ് പോലുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ റോളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടത് ഇൻ കണക്ഷൻ വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. ഡിസ്കസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ ദ ടൈൽ ഓഫ് ടു സിറ്റീസ്. 2 സിറ്റീസ് ലൈക്ക് ഇതിൽ ലണ്ടൻ പാരീസ് പോലെ 2 സിറ്റീസിന്റെ ഇടയിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഈ ടൈറ്റിലിൽ എങ്ങനെ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദി കണ്ടീഷൻ ഓഫ് പുവർ ആസ് വെൽ ആസ് ദി അരിസ്റ്റോക്രസി ആസ് ഡെപിക്റ്റഡ് ഇൻ എ ടൈൽ ഓഫ് ടു സിറ്റീസ്. അതായത് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് പുവർ പീപ്പിളിന്റെ കഷ്ടപ്പാടുകളും അതേപോലെ അരിസ്റ്റോക്രാറ്റ്സിന്റെ ലക്ഷറി ലൈഫ് ഒക്കെയാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടത്. ഗിവ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഡിക്കൻസ് ട്രീറ്റ്മെന്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ റവല്യൂഷണറീസ് ഇൻ എ ടൈൽ ഓഫ് ടു സിറ്റീസ്. ഇതില് ഹീറോസ് ആയിട്ടാണോ ഡിക്കൻസ് റെവല്യൂഷണറീസിനെ അവതരിപ്പിക്കുന്നത് അതോ വയലന്റ് ആയിട്ടുള്ള ക്രൗഡ് ആയിട്ടാണോ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Attempt a character sketch of Elizabeth Jane from the Mayor of Casterbridge. ഈ ക്യാരക്ടറുടെ എലിസബത്തിന്റെ ക്യാരക്ടർ അത് അവളുടെ പേഴ്സണാലിറ്റി, ക്വാളിറ്റീസ്, കൈൻഡ്നെസ്, ഇന്റലിജൻസ് ഇതൊക്കെ വിവരിച്ചിട്ട് ഇതിന്റെ ആൻസർ എഴുതാം. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലിസബത്ത് ജെയിൻ ആൻഡ് ഹെൻസാർഡ് ഇൻ ദി മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് സൂസൻ ഹെൻസാർഡ് ആസ് ഡെപ്യൂട്ടഡ് ഇൻ ദി മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. ഈ ക്യാരക്ടറുടെ പേഷ്യൻസ്, സാക്രിഫൈസ്, അതേപോലെ ഫാമിലിനെ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങള് അതൊക്കെ ഇതിൽ കൊണ്ടുവരേണ്ടതാണ് ഇതിന്റെ ആൻസറിൽ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Comment on or express your opinion about ending of the novel A Tale of Two Cities. ഈ നോവലിന്റെ എൻഡിങ് എന്തുകൊണ്ട് ഇത്രയ്ക്ക് പവർഫുൾ ആണ്? ഇതിൽ ആ സിഡ്നി കാർട്ടൺ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറുടെ സാക്രിഫൈസ് എന്താണ്, അതിന്റെ ആ ഒരു സാക്രിഫൈസിന്റെ അർത്ഥം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഇത് ആൻസർ എഴുതാനായിട്ട്. അനലൈസ് ദി ക്യാരക്ടർ പോർട്രയൽ ഓഫ് സിഡ്നി കാർട്ടൺ ആൻഡ് ചാൾസ് ഡാർണി ഹു ഇസ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. 2 ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു വർക്കിൽ. അപ്പൊ ഇതിൽ ആരാണ് യഥാർത്ഥ ഹീറോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഈ ആളെ ഹീറോ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതിന്റെ റീസൺ സഹിതം ഡിസ്കസ് ചെയ്തിട്ട് എഴുതുക. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓർ നറേറ്റ് ദ സ്റ്റോറി ഓഫ് ടെനിസൺസ് പോയം ദ ലേഡി ഓഫ് ഷാലോട്ട്. ഈ പോയത്തിന്റെ സ്റ്റോറി, തീംസ്, സിംബോളിസം, അതേപോലെ ഈ ക്യാരക്ടറിന്റെ ട്രാജഡി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ക്രിട്ടിക്കലി അനലൈസ് ടെനിസൺസ് പോയം ദ സ്പ്ലെൻഡർ ഫോൾസ്.
Discuss the theme, central idea of Arnold's poem Dover Beach. ഡോവർ ബീച്ചിന്റെ മെയിൻ തീം എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ ലോൺലിനെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അൺസർട്ടനിറ്റി ഓഫ് മോഡേൺ ലൈഫ്, ഇതെല്ലാം തന്നെ ഈ ഒരു ഇതിൽ വരേണ്ട ആൻസറിൽ കൊണ്ടുവരേണ്ടതാണ്. ക്രിട്ടിക്കലി അനലൈസ് അർണോൾഡ്സ് പോയം ടു മൈഗ്രേറ്റ്, ഗീവ് ദി സെൻട്രൽ ഐഡിയ ഓഫ് ദി പോയം. ദെൻ ക്രിട്ടിക്കലി അനലൈസ് ഹോപ്കിൻസ് പോയം പൈറ്റ് ബ്യൂട്ടി. ഇതില് പോയത്തിന്റെ തീം, സ്റ്റൈൽ, പോയറ്റിക് ഡിവൈസസ്, എന്തൊക്കെയാണ് ഈ പോയം കൊടുക്കുന്ന മെസ്സേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ഗോഡിന്റെ ക്രിയേച്ചറിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതാം. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ഹോപ്കിൻസ് പോയം ദി വിഡോവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് മാഡം ഡിഫാർജ് പ്ലേ ഇൻ ഡിക്കൻസ് നോവൽ എ ടൈൽ ഓഫ് ടു സിറ്റീസ്? ഇതിൽ ഈ ഒരു ലേഡി ക്യാരക്ടർ റവല്യൂഷന്റെ റിവഞ്ച് സ്പിരിറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് അരിസ്റ്റോക്രാറ്റ്സിനെതിരെ പ്രവർത്തിക്കുന്നത്, റവല്യൂഷൻ ആയിട്ട് എങ്ങനെയൊക്കെ ഇവരെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ റവല്യൂഷന്റെ ആ ഒരു വയലൻസ് ആയിട്ട് ഇവരെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. What is the main event in the first two chapters of The Mayor of Casterbridge? Describe it briefly. ആ രണ്ട് ചാപ്റ്റേഴ്സിൽ വരുന്ന മെയിൻ ഇവന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ ഒരു വർക്കിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഔട്ട്ലൈനും കൊടുക്കുക. അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ടെന്നിസൺസ് പോയം യുലിസസ്. ദെൻ നമുക്ക് രണ്ട് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സെക്ഷൻ എ എന്ന് പറയുന്നത് 4 പാസേജസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലിറ്റിൽ പ്രോഫിറ്റ്സ് എന്ന് തുടങ്ങുന്ന ഒരു പാസേജ് യുലിസസിലെയാണ്. ദെൻ ഓപ്ഷൻ ബി ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ്, ഇത് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയത്തിലെയാണ്. ദെൻ ഓപ്ഷൻ സി ദ സീ ഈസ് കാം ടു നൈറ്റ് എന്ന് തുടങ്ങുന്ന പാസേജ് ഡോവർ ബീച്ചിലെയാണ്. ദെൻ ഓപ്ഷൻ ഡി ഫോർ ദർ ഈസ് നോ ഫ്രണ്ട് ലൈക്ക് എ സിസ്റ്റർ, ഇത് ഗോബ്ലിൻ മാർക്കറ്റിലെയാണ്. ദെൻ ഓപ്ഷൻ ഇ ഐ തോട്ട് ദിസ് മോർണിംഗ് എന്ന് പറയുന്ന പാസേജ് വിഡോവറിലെയാണ്. ദെൻ ഓപ്ഷൻ എഫ് ദ സ്പ്ലെൻഡർ ഫാൾസിലെ ആണ് ഈ ഒരു പാസേജ്. അപ്പൊ ഇതിൽ നിന്നും ഏതെങ്കിലും 4 ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതേണ്ടത്. ഓപ്ഷൻ എ ഡിസ്കസ് ദ റോൾ ഓഫ് മാഡം ഡിഫാർജ് ഇൻ എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഓപ്ഷൻ ബി റൈറ്റ് എ നോട്ട് ഓൺ fatalism in the Mayor of Casterbridge. Option C, write a critical appreciation of Hopkins' poem Pite Beauty. Option D, give the central idea of Arnold's poem to Margaret. Then section C യിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതേണ്ടത്. ഓപ്ഷൻ എ ഡിസ്കസ് ദ റോൾ ഓഫ് വിമൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ ആസ് ഡെപ്പിക്റ്റഡ് ഇൻ ടൈൽ ഓഫ് ടു സിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൽ വിമന്റെ റോൾ എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ആയിട്ട് കണക്റ്റഡ് ആവുന്നേ എന്നുള്ള കാര്യമാണ് എഴുതേണ്ടത്. ദെൻ ഡിസ്കസ് ദി മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ആസ് എ ട്രാജഡി. ഇതിൽ അദ്ദേഹത്തിന് വരുന്ന ഡൗൺഫാൾസും എല്ലാം തന്നെ റിലേറ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ടെന്നിസൺസ് പോയം ദ ലേഡി ഓഫ് ഷാലോട്ട്. ഡിസ്കസ് ദ സർഫസ് ആൻഡ് ഡീപ്പർ മീനിങ് ഓഫ് റൊസെറ്റിസ് ഗോബ്ലിൻ മാർക്കറ്റ്. ഓപ്ഷൻ ഇ അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ടെന്നിസൺസ് പോയം യുലിസസ്. ദെൻ പ്രാക്ടീസ് സെറ്റ് ബിയിലേക്ക് പോകുമ്പോൾ ഇതിലും ഇതേപോലെ ആദ്യത്തെ സെക്ഷൻ എ എന്ന് പറയുന്നത് പാസേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതില് ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ എ വി ആർ നോട്ട് നൗ ദാറ്റ് സ്ട്രെങ്ത് യുലിസസിൽ നിന്ന് വരുന്ന ഒരു പാസേജ് ആണ്. ദെൻ ഓപ്ഷൻ ബി ഹോസോ ഷീ സ്മൈൽഡ്, ഇത് മൈ ലാസ്റ്റ് ഡച്ചസിലെ പാസേജ് ആണ്. ദെൻ ദ സ്കോളർ ജിപ്സി, ഇത് ഓപ്ഷൻ സി ഗോ ഫോർ ദേ കോൾ യു ഷെപ്പേർഡ്, ഇത് സ്കോളർ ജിപ്സിയിലെ ഒരു പാസേജ് ആണ്. ഓപ്ഷൻ ഡി ആ ലവ് ലെറ്റ്സ് ബി ട്രൂ, ഇത് ഡോവർ ബീച്ചിലെ ഒരു പാസേജ് ആണ്, ഡോവർ ബീച്ചിലെ ലൈൻ ആണ്. ഓപ്ഷൻ ഇ ഫിയർ ഡെത്ത്, ഇത് യുലിസസിലെ ലൈൻസ് ആണ്. ദെൻ ഓപ്ഷൻ എഫ് ഡേ ആഫ്റ്റർ ഡേ, ഇത് ബ്ലെസ്ഡ് ഡാമസണിലെ ലൈൻസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഇതിൽ ഗിവ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഡിക്കൻസ് ട്രീറ്റ്മെന്റ് ഓഫ് ദ റെവല്യൂഷണറീസ് in A Tale of Two Cities or comment on the ending of the novel A Tale of Two Cities. ഇതിൽ ഡിക്കൻസ് റവല്യൂഷണറീസിനെ സിമ്പതിയോടെയും അതേപോലെ ക്രിറ്റിസിസത്തോടെയൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷന് എതിരെ പ്രവർത്തിച്ച അവരെ വയലൻസും റിവഞ്ചും ഒക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.
തന്നെ ഇതിന്റെ എൻഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ സിഡ്നി കാർട്ടൺ തന്റെ ആ ഒരു ലൈഫ് തന്നെ കൊടുത്തിട്ടാണ് ഡാനിയെ രക്ഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ എൻഡിങ് റിഡംഷൻ, സാക്രിഫൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ എൻഡിങ് എത്രത്തോളം ഇതായിട്ട് നമ്മൾക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. Then question number 3, discuss the rise and fall of Hansard in the Mayor of Casterbridge or attempt a character sketch of Elizabeth Jane. ഇതിൽ ഹെൻസാർഡ് ഒരു വർക്കർ ആയിരുന്നു, അതിൽ നിന്ന് അദ്ദേഹം ഒരു മേയർ ആവുന്നുണ്ട്. പിന്നെ പക്ഷെ അവിടെ നിന്ന് വീണ്ടും ആൾക്കൊരു ഡൗൺഫോൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറുടെ കാര്യങ്ങൾ വിവരിക്കണം, എന്തൊക്കെയാണ് ആളുടെ ലൈഫിൽ നടന്ന ഇവന്റ്സ് എന്നുള്ളത് ഇവിടെ വിവരിക്കണം. ദെൻ എലിസബത്ത് ജെയിന്റെ ക്യാരക്ടർ സ്കെച്ച്, അവളുടെ ക്വാളിറ്റീസ്, പേഷ്യൻസ്, ഇന്റലിജൻസ്, മോറൽ ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു. അവളൊരു ഹീറോയിൻ ലൈക്ക് ഫിഗർ ആണല്ലോ ഇതിൽ. അപ്പൊ അവളുടെ ക്വാളിറ്റീസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ബ്രൗണിങ്സ് പോയം മൈ ലാസ്റ്റ് ഡച്ചസ് ഓർ അറ്റംപ്റ്റ് എ പാരാഫ്രൈസ് ഓഫ് അർണോൾഡ്സ് പോയം ദി സ്കോളർ ജിപ്സി. ഇതിൽ ലാസ്റ്റ് ഡച്ചസ്, ആ ഡ്യൂക്കിന്റെ ജലസി, അതേപോലെ ഈ ഡ്യൂക്കിന്റെ മെന്റാലിറ്റി, ഇതെല്ലാം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരുമ്പോൾ ആഡ് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ ചെയ്യണം നമ്മൾ പോയത്തിൻ്റെത്. എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് സ്കോളർ ജിപ്സിയിലേക്ക് വരുമ്പോൾ പോയം ഒരു സ്കോളറിന്റെ ലൈഫിനെ, സിമ്പിൾ ലൈഫിനെ മോഡേൺ ലൈഫ് ടെൻഷൻസിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ അതെല്ലാം തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇതിന്റെ ആൻസർ എഴുതാനായിട്ട്. Then discuss the theme and imagery of Arnold's poem Dover Beach or write a critical appreciation of Hopkins' poem The Widower. ഇതിൽ ഡോവർ ബീച്ചിൽ വരുന്ന തീംസ്, ഇമേജറീസ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ വിഡോവറിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾസ്, എന്തെങ്കിലും റെഫറൻസസ്, അതേപോലെ ക്രിറ്റിസിസംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണക്ട് ചെയ്ത് തന്നെ എഴുതുക. ദെൻ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, നമ്മൾ ഒരു 20 മാർക്സിന്റെ ആൻസർ ഒക്കെ എഴുതുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു ഇൻട്രോ, ബോഡി ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻട്രോയില് എപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ചാണോ എഴുതാൻ പോകുന്നത് എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താണോ നമ്മുടെ ആൻസർ എന്നുള്ളത് ഇൻട്രോ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവണം. ദെൻ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ്സ്, ഓരോ പോയിന്റ്സിനെയും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പാരഗ്രാഫ് തിരിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക ബോഡി പാർട്ടിൽ. അതിൽ നമുക്ക് എക്സാമ്പിൾസ്, SLM എന്നുള്ള എക്സാമ്പിൾസോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനാരിയോസ് എന്നുള്ള എക്സാമ്പിൾസ് എല്ലാം തന്നെ ബോഡി പാർട്ടിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ പാരഗ്രാഫ് തിരിച്ച് നീറ്റായിട്ട് തന്നെ ബോഡി പാർട്ട് ഓരോ പോയിന്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ കൺക്ലൂഷൻ, നമ്മുടെ എന്താണോ നമ്മുടെ ആൻസർ, എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്, അതിനെ കോൺഫിഡന്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക. ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റോട് കൂടി തന്നെ ക്ലോസ് ചെയ്യുക. അതാണ് കൺക്ലൂഷൻ. അപ്പൊ കൺക്ലൂഷനും ഒരു പാരഗ്രാഫ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതേണ്ടതാണ്. സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തിയറിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ആരാണ് പ്രപ്പോസ് ചെയ്തത്, എപ്പോഴെന്താണ് അതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുക. പിന്നെ തിയറിയുടെ കോർ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻസ്, ഇമ്പോർട്ടൻസ്, പ്രാക്ടിക്കൽ റിലവൻസ് ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഒരു കംപ്ലീറ്റ് ആൻസറിൽ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഫൈനലി തിയറിയുടെ മോഡേൺ പ്രാക്ടീസസ് അല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആൻസറിനെ കൺക്ലൂഡ് ചെയ്യാം. ദെൻ ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ട്രേഡ് ഓഫ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഒരു സൈഡ് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് ഒരിക്കലും ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യരുത്. ദെൻ എക്സ്പ്ലെയിൻ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കൺസെപ്റ്റിനെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ കമ്പോണൻസും അത് എങ്ങനെ മ്യൂച്വലി കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യനും കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ അത് ആദ്യം എഴുതാനായിട്ട് നോക്കുക. സെക്ഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് ആദ്യം എഴുതുക. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം ഏത് എഴുതണം, പിന്നീട് ഏത് എഴുതണം എന്നെല്ലാം തന്നെ ഈ ഒരു 5 മിനിറ്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ ഒരു 30 മിനിറ്റ് ഒക്കെ സമയം എടുത്തിട്ട് ഓരോ ആൻസേഴ്സും എഴുതുക. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ എന്ന് തിരിച്ച് തന്നെ ആൻസർ എഴുതുക. then ഒരു 6 മിനിറ്റ്സ് എടുത്തിട്ട് ലാസ്റ്റ് എല്ലാ ആൻസേഴ്സിനും റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നെ ഒരു ഫൈനൽ ഒരു 15 മിനിറ്റ്, എക്സാമിന്റെ അവസാനത്തെ ഒരു 15 മിനിറ്റ് എല്ലാ ആൻസേഴ്സും ഒന്ന് റിവ്യൂ ചെയ്യാനും എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിലും അത് മാറ്റാനുമായിട്ട് മാറ്റിവെക്കുക. ഒരിക്കലും ഈ ഒരു സമയത്ത് റീറൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പൊ എപ്പോഴും
ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കുക. ഒരുപാട് പേജസ് എഴുതുന്നതിൽ കറക്റ്റ് ആയിട്ട് നല്ല കണ്ടന്റ് ഉണ്ടാവുന്നതിലാണ് കാര്യം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ലേൺ വൈസിൽ നമുക്ക് ഈ കൊടുത്തിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് ബിയുടെ ഫുൾ ആൻസേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ആപ്പിൽ നമ്മൾക്ക് ഇതെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ വാട്ട് യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് ബിയുടെ ഫുൾ മോഡൽ ആൻസേഴ്സ്, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ്, കംപ്ലീറ്റ് PYQUA ബുക്ക്ലെറ്റ്, ലേറ്റസ്റ്റ് എക്സാം ട്രെൻഡ്സിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, സ്കോറിംഗ് ടെക്നിക്സ്, എക്സാം സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ എക്സാമിന് മുമ്പ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള മെന്ററുടെ സപ്പോർട്ട്, ലേൺ വൈസിന്റെ അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിന്റെ ഫുൾ ആക്സസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലേൺ വൈസിൽ ലഭിക്കുന്നതായിരിക്കും. ഇത് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അതേപോലെ ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ചെയ്യുന്ന ലേണേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ലേൺ വൈസ് നിങ്ങളെ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഫോക്കസ്ഡ് ആയിട്ട് റിവൈസ് ചെയ്യാനും കോൺഫിഡന്റോടെ എക്സാം എഴുതാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലേൺ വൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.